നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം വാടി കടപ്പുറത്താണ്. ഞാൻ വണ്ടിയും കൊണ്ട് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വാടി കടപ്പുറത്ത് കയറി. രാവിലെ ഒരു 5:30 ആയപ്പോൾ ഡ്രോപ്പ് കഴിഞ്ഞാണ്. അപ്പോൾ അതിന് വാടി കടപ്പുറത്ത് നിന്ന് കയറി നല്ല മീനുണ്ടെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രാവിലെ ഇവിടെ നീ നിൽക്കുന്ന എല്ലാം കച്ചവടക്കാരാണ് കേട്ടോ. ഇവരെല്ലാം കച്ചവടക്കാരെ ഇങ്ങനെ വള്ളം വരുന്നതും കാത്തിരിക്കുകയാണ്. വള്ളത്തിൽ ഓരോ വള്ളം, ഈ 2 വള്ളം 3 വള്ളത്തിൽ നിന്നാണ് ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാം വള്ളമല്ല, ബോട്ട്, മിഷൻ ബോട്ടിനാണ് വരുന്നത്. വലിയ ബോട്ടല്ല, മിഷൻ ബോട്ട്, ചെറിയ മിഷൻ ബോട്ട്. അപ്പം ഇതിൻ്റെ മെയിൻ ലേലക്കാർ മുകളിൽ കിടന്ന് പറക്കുന്നുണ്ട്. അപ്പം മീനുകളൊക്കെ ഇത് വള്ളത്തിൽ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഇതൊക്കെ വള്ളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ലേലം വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം ഒരു പ്രധാന സംശയമാണ്, നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ വീട്ടാവശ്യത്തിന് മീൻ വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ്. വള്ളക്കാരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന് നമുക്ക് പലർക്കും സംശയമുണ്ട്. അതുകൂടെ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇപ്പം നമുക്ക് വേണ്ട ഈ കാണുന്ന മീൻ ഇപ്പോൾ അതിനൊരു വള്ളക്കാരൻ കൊണ്ടുവന്ന് ഇട്ട മീനാണ്. ഇതിൻ്റെ ലേലത്തുക തുടങ്ങിയത് 500 രൂപയാണ്. അപ്പോൾ 500 രൂപ, ഈ നിൽക്കുന്ന നീല ഷർട്ടിട്ട ചേട്ടനാണ് ഇവിടുത്തെ ആളാണ്. അപ്പോൾ പുള്ളി 500 രൂപ പറയാം. അപ്പോൾ നമുക്ക് 500 രൂപയ്ക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ 500 രൂപ പറയാം, അതിന് 500 രൂപ പറയാം. അപ്പോൾ അടുത്ത ആൾ അതിൽ കയറ്റി വിളിക്കും. അങ്ങനെ ലേലമാണ് പോകുന്നത്. ഈ കിടക്കുന്ന തിരണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇതിന് 5000 രൂപയാണ് വില വിളിച്ച് തുടങ്ങിയത്. അപ്പോൾ അത് 5500 മറ്റോ ഒരു കച്ചവടക്കാരനാണ് വാങ്ങിച്ചുകൊണ്ട് പോയത്. ഇതൊക്കെ പക്ഷേ ഈ വരുന്നതെല്ലാം കച്ചവടക്കാർക്ക് മാത്രമേ വാങ്ങിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഇതിനെല്ലാം 3000 രൂപ 4000 രൂപ വില വരുന്ന മീനുകളാണ്. അപ്പം ഇത് നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ദിവസം കറി വെച്ചാലും തീരത്തില്ല. ആ രീതിയിലുള്ള മീനുകളൊക്കെയാണ് ഇപ്പം ഈ വരുന്നത്. അപ്പം നമുക്ക് ചെറിയ അളവിലുള്ള മീനുകൾ വന്നാൽ ഇപ്പം ഒരു വലിയ ചൂരയോ 1-2 വലിയ ചൂരയോ, അല്ലെങ്കിൽ ഇപ്പം ഇതാണെങ്കിൽ നമ്മൾ വീട്ടിലൊരു 10 ദിവസം കറി വെച്ചാലും തീരത്തില്ല. അതിനൊക്കെയുള്ള മീനുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 2-3 വീട്ടുകാർ ചേർന്ന് പോയി വാങ്ങിക്കണം. അപ്പോൾ ഈ ഇത്രയും മീൻ പോയത് അവിടെ 1800 രൂപയ്ക്കോ 1800 രൂപയ്ക്കാണ് ലേലം തുടങ്ങിയത്. ഇത് 2500 രൂപയ്ക്കാണ് ഇത് വിറ്റ് പോയത് കേട്ടോ. ഈ മീൻ, ഈ ലേലം കഴിഞ്ഞ് പോയത് 2000 രൂപയ്ക്കാണ് ഈ ലേലം വിറ്റ് പോയത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വാങ്ങിച്ച്, ഇത് അയലയില്ലേ, ഇപ്പോൾ അയല നമുക്ക് അച്ചാറിടാൻ കൊള്ളത്തില്ല. അല്ലെങ്കിൽ അയല അച്ചാറിടുമെന്നുണ്ട് കൂടുതൽ എനിക്ക് അറിയാൻ വയ്യ. ചൂരയൊക്കെ ആണെങ്കിൽ അച്ചാറിടുമെന്ന് പറഞ്ഞേക്കാം. അപ്പം വലിയ ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കൊണ്ട് അച്ചാറെങ്കിലും ഇട്ടാം. അപ്പം ഇവിടെ മീൻ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഒരു നെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. നെമ്മീനാകുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് കണ്ട ഈ ഒറ്റ നെമ്മീൻ ഇതിപ്പം 1500 രൂപയിലാണ് വിളിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയാൽ അച്ചാറൊക്കെ ഇടാം. അല്ലെങ്കിൽ നെമ്മീൻ നല്ല മീൻ ഫ്രഷായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് പോകാം. അത് 2200 രൂപയ്ക്കാണ് അത് വിറ്റ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് കണ്ട ഈ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേക, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളെ വീടുകളിലൊക്കെ മീൻ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ മാറി വേറെ കളർ. ഇവിടെ കാണുമ്പോൾ ഫ്രഷ് മീൻ, അതായത് അതിൻ്റെ ആ മീനിൻ്റെ പുറത്തൊക്കെ ഒരു തിളക്കവും നല്ല രസമാണ് അത് കാണാനായിട്ട്. ആ ഫ്രഷ്, നല്ല പക്ക ഫ്രഷ് മീൻ കിട്ടും. പക്ഷേ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്നത് ഇതിനെക്കാട്ടി ലാഭത്തിനാണ് കൊണ്ടുവരുന്നതെന്ന്. പക്ഷേ മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു 2-3 ഹാർബറൊക്കെ കറങ്ങി പഴയ മീനായിരിക്കാം ഇവിടെയൊക്കെ വണ്ടികളിലൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇച്ചിരി വില കുറഞ്ഞൊക്കെ വരുന്നത്. ഇപ്പം കൊല്ലം കടപ്പുറത്ത് തന്നെ പിടിച്ച് കൊല്ലത്തുള്ള കടൽ പ്രദേശത്ത് തന്നെ പിടിച്ച് വരുന്നതാണ്. ഇപ്പോൾ ഈ ഇട്ടേക്കുന്നത് 400 രൂപയ്ക്കാണ് ലേലം തുടങ്ങിയത്. ഈ ഇട്ടേക്കുന്നത് ഇത് ചെറിയ മീനുകളെല്ലാം കൂടെ 400 രൂപയ്ക്കാണ് തുടങ്ങിയത്. അപ്പം ഈ വീടുകളിലെ കൊണ്ടൊരു അമ്മമാരുണ്ടല്ലോ, ഈ നിൽക്കുന്ന അമ്മമാരെല്ലാം കച്ചവടക്കാരാണ്. നമ്മൾ തൊട്ടിക്കകത്ത് കൊണ്ടുവരുമല്ലോ, മീൻ തൊട്ടിക്കകത്ത് കൊണ്ടുവരുന്ന ആ കച്ചവടക്കാരാണ് ഈ നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഈ അമ്മ ഇത് 800 രൂപയ്ക്കാണ് ഈ മീൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ 800 രൂപയ്ക്ക് ഇത് ലാഭമില്ലെന്ന് തോന്നിക്കഴിയുമ്പോൾ ഇതിനെ അവർ തരം തിരിഞ്ഞ് കൊട്ടയിലാക്കി ഐസ് ഇട്ട് വീട്ടിലൊക്കെ എത്തിക്കുമ്പോൾ അതിൻ്റെ അവർ ജോലി ഉണ്ടല്ലോ. ഈ നിൽക്കുന്നത് ഈ ഇട്ടേക്കുന്നത് കായലിൽ നിന്നുണ്ടോയെന്ന് ഞാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ കായലിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട് കരിമീനും ഞണ്ടും കൊഞ്ചും എല്ലാം കൂടെ മിക്സാണ് കൊണ്ടുവന്നേക്കുന്നത്. അടുത്ത ട്രിപ്പ് ഇതെല്ലാം നമുക്ക് വീട്ടിലോട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ഒരു 1000 രൂപയ്ക്ക് അകത്ത് വരുന്ന മീനുകളാണ്. അതെല്ലാം നമുക്ക് വീടുകളിൽ എടുക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ അതിഥികളൊക്കെ ഉണ്ടെങ്കിൽ 1-2 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തിന് തന്നെ ആവശ്യത്തിന് നമ്മൾ വാങ്ങിക്കുന്ന മീനുകളായിരിക്കും. ഇപ്പോൾ നമ്മളെ വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ടെങ്കിൽ, മീൻ കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമല്ലോ, അത്രത്തോളം ക്വാണ്ടിറ്റി ഉള്ള. എനിക്ക് തോന്നുന്നു ഇതേ ലേലം കഴിഞ്ഞിട്ടാണ് 2ാമത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് വിറ്റ് പോയത് 800 രൂപയ്ക്ക് മറ്റുമാണ് ഇത് വിറ്റ് പോയത്. ഇതുകൊണ്ട് നമുക്ക് കറി വയ്ക്കാനും പൊരിക്കാനും അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കും. ഒരു 5-6 പേരുള്ള വീട്ടിലൊക്കെ ഇത് മതി. പിന്നെ ഞാൻ ഇതെല്ലാം പറയുന്നൊരു സാധാരണ ഒരു ആളുടെ സാധാരണ ഒരു ടാക്സിക്കാരൻ്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്.
അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ഇതിനെക്കാട്ടും കൂടുതൽ മീൻ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം, അതെനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ കാര്യം വെച്ചാണ് ഇത് കാൽക്കുലേഷൻ ചെയ്ത് പറയുന്നത്. നമ്മൾ ആദ്യം ലേലം പിടിച്ച ആ ചേട്ടൻ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടാമത് ഈ മീനിലും വന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു ഈ തലവന്മാർ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ഹാർബറിൽ. അവരാണ് മെയിനായിട്ട് വിളിക്കുന്നത്. അവർ മെയിനായിട്ട് വിളിച്ച് നോട്ട് ബുക്ക് എൻട്രി ചെയ്ത് അങ്ങനെയാണ് പോണത്. പക്ഷേ എനിക്ക് പിന്നെ തോന്നിയതാണ് ഇത് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഇപ്പോൾ നല്ല തിരക്കാണ്, നമുക്കുള്ളിൽ ചോദിച്ച് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെ കൂടുതലും ഹോട്ടലുകാരും കച്ചവടക്കാരുമാണ് വരുന്നത്. നമുക്ക് വീട്ടിലോട്ട് ഇപ്പോൾ 1000 രൂപ മീനിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ 1500 രൂപ മീനിൻ്റെ ആവശ്യം സാധാരണക്കാരൻ്റെ വീട്ടിലോട്ട് ആവശ്യമില്ല. അപ്പം പിന്നെ ഈ പറയുന്ന നെമ്മീനൊക്കെ അതൊക്കെ നമ്മൾ എന്നും വാങ്ങിക്കുന്നതൊന്നുമല്ലല്ലോ, ചിലപ്പം മാസത്തിൽ ഒരിക്കുകയോ ചിലപ്പം ആണ്ടിലൊരിക്കുകയൊക്കെ വാങ്ങിക്കുന്നതായിരിക്കാം. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് വീട്ടാവശ്യത്തിന് ഇവിടെ നിന്ന് മീൻ വാങ്ങിക്കാം.